ഹലോ ഡിയർ ലോ ആസ്പിരൻസ് ലോമനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും നിങ്ങളും പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം അതാ അങ്ങോട്ട് എത്തിയിട്ടിരിക്കുകയാണ് അല്ലേ. ക്ലീ 2025 നോട്ടിഫിക്കേഷൻസ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് പെട്ടെന്ന് ഇതാ വരുന്നു എന്ന് പറഞ്ഞ പോലെ വന്നതാണ് എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിരുന്നാൽ പോലും കൃത്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്. ഞാൻ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പഠിച്ചെത്തണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ലോമനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോൺറ്റൻറ്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 5 ഇയറിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. 7th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 14/5/2025 പൊതുവിൽ നമ്മൾ പ്രോസ്പെക്ടസുകൾ കാണാറുള്ളത് 12 മണി വരെയൊക്കെ നമുക്ക് സമയം കിട്ടാറുണ്ട് അപ്ലൈ ചെയ്യാൻ. എന്നാൽ അങ്ങനെയില്ല. 14 5 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. അഡ്മിറ്റ് കാർഡ് 19 മുതൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ പോർട്ടലിലായിരിക്കും അത് അവൈലബിൾ ആയിരിക്കുക. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് 25 മെയ്ക്ക് ഇത്തവണ എക്സാം നടക്കാൻ പോവാണ്. റിസൾട്ടുകൾ ഏകദേശം 16 ഉള്ളിൽ ജൂൺ 16 തന്നെ റിസൾട്ടുകളും വരും എന്നും പറയുന്നു. ഇനി നമ്മൾ 3 ഇയറിലേക്ക് പോവുകയാണെങ്കിൽ 3 ഇയറിലെ ആപ്ലിക്കേഷനിൽ വരുമ്പം ആപ്ലിക്കേഷൻ സബ്മിഷൻ ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 7 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 12 വരുന്നത്. അപ്പോൾ 3 ഇയറിന് ഒരു ഡേറ്റും 5 ഇയറിന് ഒരു ഡേറ്റുമാണ്. ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ പൊതുവിൽ ചിലപ്പോൾ കണ്ടുവരാറില്ല. പിന്നെ പരീക്ഷയിലും തന്നെ പൊതുവിൽ പണ്ടൊക്കെ 2 ഡേറ്റുകളിൽ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ പരീക്ഷ ഒരു ഡേറ്റിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെയും 5 മണി വരെയാണ് സമയമുള്ളത്. അഡ്മിറ്റ് കാർഡ് 19 മുതൽ തന്നെ അവൈലബിൾ ആയിരിക്കും. എക്സാമിനേഷൻ്റെ ഡേറ്റ് സെയിം ആണ്. ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ മാറ്റം ഉണ്ടെങ്കിലും എക്സാമിനേഷൻ ഡേറ്റ് റിമൈൻസ് ദി സെയിം. അവിടെയും റിസൾട്ടിൻ്റെ ഡേറ്റും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ മുന്നിൽ ഇനി വളരെ ചുരുങ്ങിയ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഒരു 18 ദിവസത്തേക്ക് ഒരു സമയമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു റിസൾട്ടിലേക്കാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ, അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് ആവശ്യമാണ്. അവിടെ ലോമനൻസ് ജോബ് സെക്യൂർ ഞങ്ങളുടെ പുതിയ ക്രാഷ് കോഴ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പ്രോപ്പറായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ ഉള്ള ഒരു ശ്രമത്തിൽ നിങ്ങളോടൊപ്പം ലോമനൻസ് ജോബ് സെക്യൂർ ഉണ്ടാവും. ആരും അത്തരത്തിലുള്ള ഒരു പേടി വേണ്ട. കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ, എനിക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും, അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയാണ് ക്രാഷ് കോഴ്സിലുള്ള പല കുട്ടികളും റിസൾട്ടിലേക്ക് എത്താറുള്ളത്. ഞങ്ങളുടെ അടുത്ത് വരുന്ന മക്കൾക്ക് ഏകദേശം ഒരു മാസം സമയമൊക്കെ പലപ്പോഴും കുസാറ്റ് ക്രാക്ക് ചെയ്യാൻ കിട്ടാറുള്ളൂ. എന്നിട്ടും ഞങ്ങളുടെ ക്രാഷ് ബാച്ചിൽ നിന്നും കുസാറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കുസാറ്റിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടും നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് ഈ ഒരു ക്രാഷ് കോഴ്സ് അത് ഓഫ്ലൈനായിട്ടും ഉണ്ട്, ഓൺലൈനായിട്ടും ഉണ്ട്. അഡ്മിഷൻസ് വേണ്ടവർ നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. 25ഓളം മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ പുതിയ സ്റ്റഡി മെറ്റീരിയലുകൾ, പുതിയ ക്രിമിനൽ നിയമങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള BNSലെയും BNSSലെയും ഒക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ, ലോമനൻസിൻ്റെ ആപ്പ് ഫെസിലിറ്റിയും, ഡെയിലി ക്ലാസ്സസ് ക്ലീ വരെ നിങ്ങൾക്ക് ഡെയിലി, കാരണം ഡെയിലി ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴെങ്കിലും ഒരു ക്ലാസ് കിട്ടുന്ന കോച്ചിങ്ങിന് നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കിനി വേണ്ടത് കുറഞ്ഞ സമയത്തിൽ കുറേ കാര്യങ്ങൾ വേഗം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി ക്ലാസ്സുകൾ തന്നെയാണ് ലോമനൻസ് ജോബ് സെക്യൂർ ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും കോച്ചിങ് എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ ഡേറ്റുകൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ ആണ് പരിശോധിക്കാനുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് എല്ലാ തവണത്തെയും പോലെ. 2 ഹവറാണ് ഉണ്ടായിരിക്കുക. 120 ചോദ്യങ്ങളാണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് വെച്ചാൽ, പണ്ട് 200 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നിടത്ത് നമ്മൾ 120 ചോദ്യത്തിലേക്ക് കഴിഞ്ഞ വർഷം വന്നു. അപ്പോഴും പലർക്കും ഒരു ചോദ്യചിഹ്നമായിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള വർഷങ്ങൾ 120 ആയിരിക്കുമോ എന്നുള്ളത്. അതിലിപ്പോൾ CE ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. 120 ആക്കിയിട്ട് ഈ വർഷവും ചോദ്യങ്ങളെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. 120 ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ ഇംഗ്ലീഷിൽ 36 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ. ജനറൽ നോളജിൽ 27 ക്വസ്റ്റ്യൻസ്, അരിത്തമാറ്റിക്കൽ മെൻ്റൽ എബിലിറ്റിയിൽ 15 ക്വസ്റ്റ്യൻസ്, ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ 42 ക്വസ്റ്റ്യൻസ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഈ നേരത്തെ വന്നു എന്നുള്ളതിൽ ആദ്യം കാണിക്കുന്ന കുട്ടികളുണ്ടാവും, അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുസാറ്റിന് നമ്മളൊപ്പം പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് 150 ചോദ്യങ്ങളാണ് അവൻ 2 മണിക്കൂർ കൊണ്ട് എഴുതിയിരുന്നത്. ഇതിപ്പോൾ 120 ചോദ്യങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ കുസാറ്റിന് നമ്മളൊപ്പം പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതാണ്. കാരണം 120 ചോദ്യമേ ഉള്ളൂ, പേടിക്കേണ്ട കാര്യമില്ല. കാരണം അയാൾ കുസാറ്റിൻ്റെ എല്ലാ മോക്ക് ടെസ്റ്റും ഇവിടുന്ന് എഴുതി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് 150 ചോദ്യങ്ങളെ 2 മണിക്കൂർ കൊണ്ട് ചെയ്യാനുള്ള കഴിവ് കിട്ടിയ ആളാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല 120 ചോദ്യം ഒരു വലിയ പ്രശ്നം ആകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സബ്ജക്റ്റുകളുടെ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നത്.
ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ടൈം സ്കെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോൾ പരീക്ഷാ ഹാളിൽ കയറുന്നു, എങ്ങനെ പരീക്ഷാ ഹാളിൽ കയറുന്നു, കയറുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ, ഇതൊക്കെ ഉള്ളത്. അത്തരത്തിൽ നിങ്ങളിപ്പോൾ എത്ര നന്നായി പഠിച്ചു എന്ന് പറഞ്ഞാലും ടൈമിന് എക്സാം ഹാളിൽ എത്തിയിട്ടില്ലെങ്കിൽ അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ടൈം സ്കെഡ്യൂളിലേക്ക് വരുമ്പോൾ പിന്നെ റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് 8 AM ആണ്. അപ്പോൾ 5 ഇയറുകാർ രാവിലെയാണ് അവർക്ക് പരീക്ഷ വരുന്നത്, 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. എക്സാമിനേഷൻ ഹാളിൽ 9:30 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കയറാൻ പറ്റും. ഒരു മോക്ക് ടെസ്റ്റ് 9:45 നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരും. നമ്മുടെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ പലറ്റ് വരുമോ, മാർക്ക് ഫോർ റിവ്യൂ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവരാണോ ഇൻസ്ട്രക്ഷൻ തരിക, ഞങ്ങൾ ഇപ്പം തന്നെ നോക്കി പോകണോ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു ക്ലാരിറ്റി വരും. ഇനി നിങ്ങൾക്ക് വേണ്ടി ലോമനൻസ് ജോബ് സെക്യൂർ ഒരു ഓൾ കേരള LLB മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, എന്താണ് ഈ മാർക്ക് ഫോർ റിവ്യൂ, എന്താണ് ഈ ആൻസേർഡ് വിത്ത് മാർക്ക് ഫോർ റിവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതിന് അവർ ഒരു 15 മിനിറ്റിൻ്റെ മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മളൊരു ഓൾ കേരള മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ അത് നിങ്ങൾ എഴുതിയാൽ അപ്പോഴും നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി സീക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് എൻട്രി ടു ദ എക്സാമിനേഷൻ ഹാൾ 9:45 എക്സാമിനേഷൻ കൃത്യം 10 മണിക്ക് തുടങ്ങും. അപ്പോൾ 9:45 ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന അർത്ഥം. 10 മണിക്ക് പരീക്ഷ തുടങ്ങും, 12 മണിയാകുമ്പോഴേക്കും പരീക്ഷ കഴിയും. അപ്പോൾ 12 മണിക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. യെസ്, ഇതേ കാര്യം നമ്മൾ 3 ഇയറിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അവിടെ രാവിലെ അല്ല എക്സാം, അവിടെ ഉച്ചയ്ക്കാണ് എക്സാം അല്ലേ. റിപ്പോർട്ടിംഗ് ടൈം വരുന്നത് 1 മണിക്കാണ്. എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ 2:30-ക്കുള്ളിൽ കയറണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോക്ക് ടെസ്റ്റ് അവിടെയും അവൈലബിൾ ആയിരിക്കും. അതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ, ലോ ആയിട്ട് ബന്ധപ്പെട്ടതൊന്നും ആവണമെന്നില്ല. വളരെ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഈ കമ്പ്യൂട്ടറിലെ പരിപാടി എന്ന് പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റ് എൻട്രി ഇൻ ടു എക്സാമിനേഷൻ ഹാൾ വരുന്നത് 2:45 എക്സാമിനേഷൻ തുടങ്ങുന്നത് 3 മണിക്കാണ്. 3 മണി മുതൽ 5 മണി വരെ ആയിരിക്കും പരീക്ഷ. ഞാൻ ഈ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു തവണയും കൂടി ആവർത്തിക്കാം. ലോമനൻസ് ജോബ് സെക്യൂർ ഓൾ കേരള മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ ഈ വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന, വരാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻസിൻ്റെ സെറ്റുമായിട്ടാണ് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ അത് എഴുതുന്നത് ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം അവൻ്റെ പ്രിപ്പറേഷന് ഏകദേശം ഒരു യഥാർത്ഥ എഴുതുന്ന ഫീല്, കാരണം കേരളത്തിൽ അത്രത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു മോക്ക് ടെസ്റ്റാണ് ജോബ് സെക്യൂരിയുടെ ഓൾ കേരള LLB എൻട്രൻസ് മോക്ക് ടെസ്റ്റ്. 2000-നടുത്ത് വിദ്യാർത്ഥികൾ എഴുതിയ വർഷങ്ങൾ ഞങ്ങൾക്കുണ്ട്. യഥാർത്ഥ ക്ലീനോട് സമാനമായിട്ടുള്ള ഒരു നമ്പറിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ള വർഷങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനെ കൊണ്ട് നിങ്ങളും അത്തരത്തിൽ ഞങ്ങളുടെ ഓൾ കേരള മോക്ക് ടെസ്റ്റ്, അത് ഫ്രീ മോക്ക് ടെസ്റ്റ് ആയിരിക്കും. പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഫ്രീ ആയിട്ട് ആ മോക്ക് ടെസ്റ്റ് എഴുതാനും സാധിക്കും. അപ്പോൾ അത് നിങ്ങളും എന്നെ കേൾക്കുന്ന ഒരാളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ LLB ആസ്പിരൻ്റ് ആണെങ്കിൽ, നിങ്ങൾ ഇത്തവണ എൻട്രൻസ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും എഴുതുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സിഇയുടെ വെബ്സൈറ്റിൽ www.ce.kerala.government.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം, ഏതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട, ഫോട്ടോ ചെയ്യണോ, സിഗ്നേച്ചർ വെക്കണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ലോമനൻസ് ജോബ് സെക്യൂരിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ലോമനൻസ് ജോബ് സെക്യൂരിയുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ കാണാൻ സാധിക്കും. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇന്ന കാര്യം ഞങ്ങൾ കൃത്യമായിട്ട് പോർട്ടലിലെ കാര്യങ്ങൾ കാണിക്കുന്ന നിലയ്ക്ക് തന്നെയാണ് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്നും കൂടി എളുപ്പവും ഒന്നും കൂടി സ്മൂത്തും ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ ഉടനെ തന്നെ ഞങ്ങളുടെ ചാനലിൽ വരും, അത് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ ഫീ ആണ് ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 3 ഇയറിനാണെങ്കിലും 5 ഇയറിനാണെങ്കിലും ജനറലും SC/BC കാറ്റഗറിയിലുള്ളവർക്കൊക്കെ 900 റുപ്പീസാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അത് SC/SC കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കാണെങ്കിൽ 450 രൂപയെ ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ ഒന്നും വലിയ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ക്ലാറ്റിനൊക്കെ ഭയങ്കര ഫീ ആണ്. ഇത് അത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നു, പ്രോസ്പെക്ടസ് പ്രോപ്പറായിട്ട് വായിക്കുക. കാരണം ഇതിൽ പറയുന്ന റിസർവേഷനിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമോ, വരികയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസർവേഷൻ കിട്ടുന്ന ഒരാളാണെങ്കിൽ പ്രോസ്പെക്ടസ് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി അക്ഷയയിലേക്കോ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കോ പോവുക. റിസർവേഷനിൽ വരുമ്പോൾ ഡിഫറൻ്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് നമ്മൾ 5% സീറ്റുകൾ ഗവൺമെൻറ് ലോ കോളേജിൽ കൊടുക്കണം എന്നുള്ളതുണ്ട്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 5% സീറ്റ് ഉണ്ട്. സ്പെഷ്യൽ റിസർവേഷനിൽ പറയുകയാണെങ്കിൽ ഓരോ കോളേജുകളിലും എക്സ് സർവീസ്മെൻ്റെ മക്കൾക്കാണെങ്കിലും ബ്ലൈൻഡ് കാൻഡിഡേറ്റ്സിനാണെങ്കിലും സ്പോർട്സ് കോട്ടയിലുള്ളവർക്കാണെങ്കിലും എക്സ് പാർലമെൻ്ററി പേഴ്സണിൻ്റെ മക്കൾക്കാണെങ്കിലും സീറ്റുകൾ റിസർവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എറണാകുളം ലോ കോളേജിൽ പിന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ള കാൻഡിഡേറ്റിന് റിസർവേഷൻ കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ റിസർവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കാൻ പ്രോസ്പെക്ടസ് കൃത്യമായി വായിച്ചു പോകുന്നത് നന്നാവും. പ്രത്യേകിച്ച് ഈ പറയുന്ന
പറയുന്ന റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ ഏത് ഡോക്യുമെൻ്റ് ഹാജരാക്കണം, ഏത് ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കണം എന്നറിയാൻ അത് നോക്കി പോകുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമ്മൾ മാൻഡേറ്ററി ജനറൽ നോർമൽ റിസർവേഷൻ്റെ കേസിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിന് 60%, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിന് 30%, ഇങ്ങനെ ഈ ഈഴവ 9%, മുസ്ലിംസ് ഞാൻ എല്ലാം വായിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന കാറ്റഗറിക്കൊക്കെ നമുക്ക് എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. ഇതിനെല്ലാം പുറമെ 10% റിസർവേഷൻ EWSനും ഉണ്ട്. അപ്പം 5 ഇയറിനാണെങ്കിലും 3 ഇയറിനാണെങ്കിലും ആ റിസർവേഷനുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഗവൺമെൻറ് ലോ കോളേജുകളുടെ സീറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ 5 ഇയറിൽ നമുക്ക് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ 120 സീറ്റുകളുണ്ട്. എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ 60 സീറ്റുകളുണ്ട്. തൃശ്ശൂർ ലോ കോളേജിൽ 60 സീറ്റുകളുണ്ട്. ഗവൺമെൻറ് ലോ കോളേജിൽ 120 സീറ്റുകളുണ്ട്. ഇവിടെ എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതായത് ഏത് കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ലോ കോളേജിൽ BA LLB ആണ്. എറണാകുളം ലോ കോളേജിലേക്ക് വരുമ്പോൾ BCom LLB ഓണേഴ്സാണ്. തൃശ്ശൂരും കോഴിക്കോടും BBA LLB ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ചിലപ്പോൾ തിരുവനന്തപുരത്ത് കൂടുതലായിരിക്കും. പക്ഷേ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് ഏത് മാത്രമാണ്, അവിടെയുള്ള കോഴ്സ് BA ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് BA വേണ്ടി വരില്ല, നിങ്ങൾക്ക് അത് താല്പര്യമുള്ള ആളായിരിക്കില്ല. ഇതൊക്കെ മനസ്സിൽ വേണം. കാരണം ഇതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, എൻട്രൻസിൽ നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ. അപ്പോൾ നല്ല റാങ്ക് സ്കോർ ചെയ്താലേ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു LLB പഠനം നിങ്ങൾക്ക് എന്താവുകയുള്ളൂ, സാധ്യം ആവുകയുള്ളൂ. ഇനി 3 ഇയറിലേക്ക് സീറ്റുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്ത് 66 സീറ്റുകളുണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളത്ത് 131 സീറ്റുകളുണ്ട്. ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരിൽ 132 സീറ്റുകളുണ്ട്. കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ 132 സീറ്റുകളുണ്ട്. ഇത് പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ സീറ്റുകളെ കുറിച്ച് പറഞ്ഞു, അപ്ലൈ ചെയ്യുന്ന വീഡിയോ നിങ്ങളോട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഗവൺമെൻറ് ലോ കോളേജിലേക്കുള്ള റിസർവേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെയാണ്, ചുരുങ്ങിയ സമയമാണ്, 18 ദിവസമാണ്. 18 ദിവസം കൊണ്ട് എനിക്ക് ഒരിക്കലും ക്ലീ കിട്ടില്ല എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. അതിലും വലിയ അത്ഭുതങ്ങൾ 2019 പോലെയുള്ള വർഷങ്ങളിൽ ഞങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജോബ് സെക്യൂറിൽ പഠിക്കുന്നത് 2019 അന്ന് ഇതേപോലെ തന്നെ മെയിൽ എക്സാം വിളിച്ചു. എന്നിട്ട് ഗവൺമെൻറ് ലോ കോളേജിൽ എന്നെ എത്തിക്കാൻ ജോബ് സെക്യൂറിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് ഞങ്ങളുടെ ബാച്ചിലുള്ള ഒരുപാട് പേര് അന്ന് ജോബ് സെക്യൂറിക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ, ഒരു കൃത്യമായ കോച്ചിങ്, ഒരു റൈറ്റ് ഗൈഡ് ഇങ്ങനെ നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രോപ്പർ ഗൈഡൻസിനായി നിങ്ങൾക്ക് ലോമിനൻസ് ജോബ് സെക്യൂറിയുടെ ഡോർസ് എപ്പോഴും ഓപ്പൺ ആണ്. ഒരു പ്രോപ്പർ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിലൂടെയും കൃത്യമായ സ്റ്റഡി മെറ്റീരിയലുകളിലൂടെയും ലോമിനൻസ് ആപ്പിൻ്റെ ഫെസിലിറ്റികളിലൂടെയും ഡെയിലി ക്ലാസ്സസിലൂടെയും നിങ്ങളെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അത് 18 ദിവസമാണെങ്കിൽ ആ 18 ദിവസം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ശ്രമിക്കും. അത്തരത്തിൽ ആരെങ്കിലും കോച്ചിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡോറുകൾ ഓപ്പൺ ആണ്, അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി കാത്തിരിക്കാൻ സമയമില്ല, ചുരുങ്ങിയ സമയമാണ്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ്, പ്രോപ്പർ കോച്ചിങ് ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഗൈഡ് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. സോ I wish all the best to all students who are watching this video. All the best, guys.